ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് MT വാസുദേവൻ നായരുടെ മിത്ത് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന വർക്കാണ്. ആദ്യം ഞാൻ MT വാസുദേവൻ നായരെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. MT വാസുദേവൻ നായർ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കണ്ടംപററി ഇംഗ്ലീഷ് റൈറ്റേഴ്സ്. വാസ് ബോൺ ഇൻ കൂടല്ലൂർ. കൂടല്ലൂർ എന്ന് പറഞ്ഞാൽ പാലക്കാടാണ്. പാലക്കാട് കൂടല്ലൂരിൽ ജനിച്ച 1933 അദ്ദേഹം ജനിച്ചത്, ജൂലൈ 15. ഈസ് എ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ, ഫിലിം ഡയറക്ടർ, ക്രിട്ടിക് ആൻഡ് എഡിറ്റർ. അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, സ്ക്രീൻ റൈറ്ററാണ്, ഫിലിം ഡയറക്ടറാണ്. നമുക്ക് MT എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം ഹീ ഈസ് പോപ്പുലർലി നോൺ ആസ് MT. ഞാൻ പറഞ്ഞു MT എന്നുള്ളതാണ്. ഇറ്റ്സ് എ പ്രോലിഫിക് റൈറ്റർ. പ്രോലിഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ തന്നെ ഒരുപാട് വർക്കുകളൊക്കെ എഴുതുന്ന ആളാണ്. വേഴ്സറ്റൈൽ റൈറ്റർ ആൻഡ് ഹാസ് അറ്റ് ദ ഔട്ട്സെറ്റ് ഓൾ ദ ക്വാളിറ്റീസ് നെസസറി ഫോർ ദ ഇമെൻസ് പോപ്പുലാരിറ്റി ഹി എൻജോയ്സ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിമാർക്കബിൾ പവർ ഓഫ് ഒബ്സർവേഷനാണ്. ഹി ഒബ്സർവ്ഡ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻ ദ വേൾഡ്. വിവിഡ് ഇമാജിനേഷൻ, വെറിലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് പ്രൊഫൗണ്ട് ടാലൻറ്റ് ഫോർ നറേഷൻ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നറേറ്റീവ് ടെക്നിക്ക് തന്നെ വളരെ വ്യത്യസ്തമാണ്. നറേഷൻ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അത് കേട്ടിരുന്ന് പോകും. ആ രൂപത്തിലുള്ള എഴുത്തുകളാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരുപാട് വർക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മഞ്ഞ് എന്ന് പറയുന്ന വർക്ക്, കാലം, അസുരവിത്ത്, രണ്ടാം ഊഴം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകളാണ്. രണ്ടാം ഊഴം, അസുരവിത്ത്, കാലം, മഞ്ഞ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. നമുക്ക് പഠിക്കാനുള്ള വർക്കാണ് മിത്ത് ആൻഡ് ലിറ്ററേച്ചർ. ഇദ്ദേഹം ഒരു പ്രസംഗമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമാണ് പിന്നീട് ഇതൊരു വർക്കായിട്ട്, ഒരു പേപ്പറായിട്ട് പിന്നീട് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, ലിറ്ററേച്ചർ ഹാസ് ഓൾവേസ് ബീൻ അഫക്റ്റഡ് ബൈ ദ ഹിസ്റ്ററി. അല്ലേ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അദ്ദേഹം പറയാണ്, ലിറ്ററേച്ചർ ഹാസ് ഓൾവേസ് ബീൻ അഫക്റ്റഡ് ബൈ ദ ഹിസ്റ്ററി, ജോഗ്രഫി, മിത്സ് ആൻഡ് പ്രൊവിൻഷ്യൽ വിസ്ഡം ഓഫ് ദ പ്ലേസസ് ഓഫ് ഇറ്റ്സ് ഒറിജിൻ. അപ്പം നമുക്ക് ചരിത്രവും അതുപോലെ തന്നെ ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടനയും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സാഹിത്യത്തിലെ വല്ലാതെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. ഏതൊരു സാഹിത്യവും സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ സാഹിത്യം നിലനിൽക്കുന്ന ആ ഒരു ഏരിയ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഉണ്ടായ പല വർക്കുകളും കേരളത്തിൻ്റെ ആ ഒരു ഭൂമിശാസ്ത്രവും അതുപോലെ തന്നെ കേരളത്തിൻ്റേതായിട്ടുള്ള ആ ചരിത്രവും അടങ്ങിയിട്ടുള്ള ഒരു ലിറ്റററി വർക്കായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് മഹാഭാരത, രാമായണ, ഇത്തരം പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇത്തരം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടനയും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. മാത്രമല്ല, കേരളം ഉണ്ടായിരിക്കുന്നത് പരശുരാമൻ മഴു കടലിലേക്ക് എറിഞ്ഞിട്ടാണ് എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഐതിഹ്യത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു കേരളത്തിൽ നിന്നുള്ള കഥകളായിട്ട് വരുന്നിട്ടുണ്ടാവും. വൺ ഓഫ് ദ ബുക്സ് ദാറ്റ് ഈസ് സോൾഡ് മോസ്റ്റ് ഇൻ കേരള ഓവർ സെവറൽ ഡെക്കേഡ്സ് ഈസ് ഐതിഹ്യമാല. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. നമ്മൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ഐതിഹ്യമാല. അത് ഏകദേശം 8 വോളിയം ബുക്ക് വിച്ച് ഈസ് കോമ്പൈലേഷൻ ഓഫ് റീജിയണൽ ലെജൻഡ്സ് എന്നാണ്. ദ ജനസിസ് ഓഫ് കേരള ഇറ്റ് സെൽഫ് ഈസ് ലിങ്ക്ഡ് ടു എ മിത്ത് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ അത് ഒരു മിത്തുമായി ബന്ധപ്പെട്ടതാണ്. മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐതിഹ്യമാണ്. ഇൻ ഓർഡർ ടു അബ്സോർവ് ഹിംസെൽഫ് ഓഫ് ദ സിൻസ് ഓഫ് കമ്മിറ്റിംഗ് ക്ഷത്രിയ മേഡേഴ്സ്, പരശുരാമൻ ഡൊണേറ്റഡ് ഓൾ ഹിസ് ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ടു കശ്യപ മുനി. അങ്ങനെ പരശുരാമൻ ഈ ക്ഷത്രിയരുമായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹം അതിൻ്റെ പരാജയം സഹിക്കവയ്യാതെ പരശുരാമൻ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സ്വത്തുക്കളും കശ്യപ മുനിക്ക് നൽകുകയാണ്.
When the Muni reminded him that he doesn't have an inch of land as his own, പക്ഷേ മുനി അദ്ദേഹത്തോട് പറയുന്നുണ്ട് നിനക്ക് ഒരു ഇഞ്ച് സ്ഥലം പോലും നിൻ്റേതായിട്ടില്ല എന്ന് പറഞ്ഞപ്പം പരശുരാമൻ ഹേൾഡ് ഹിസ് ആക്സ് ഇൻ ടു ദ സീ. പരശുരാമൻ എന്ത് ചെയ്യാണ്, ഇദ്ദേഹം ഒരൊറ്റ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മഴു ഒരൊറ്റ ഏറാണ് കടലിലേക്ക്. അങ്ങനെ അത് അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം നിന്നിരുന്ന മലയുടെ പേരാണ് മൗണ്ട് ഗോകർണ എന്ന് പറയുന്നത്. മൗണ്ട് ഗോകർണ. The sea retreated from where the axe had fallen, giving up that piece of land to Parashuraman, and this piece of land came to be known as Kerala. അങ്ങനെ അദ്ദേഹം ആ മഴു എറിഞ്ഞ പ്രദേശം വെള്ളം വറ്റിപ്പോയി. അങ്ങനെ അത് കേരളമായിട്ട്, ഇന്നത്തെ കേരളമായിട്ട് മാറി എന്നുള്ളതാണ് ഈ ഒരു ഐതിഹ്യം, മിത്താണ്. And Parashuraman is part of pan-Indian mythology, but this particular story is very regional. And thus he plays a central part in regional and pan-Indian mythologies. Some sees his story as a depiction of Aryan invasion of Dravidian regions. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്തരം ഐതിഹ്യങ്ങൾ, ഇത്തരം മിത്തുകൾ നമ്മുടെ ഏതൊരു വർക്കും, കേരളത്തിൽ എഴുതപ്പെട്ട ഏതൊരു വർക്കിലും അത് സ്വാധീനിക്കപ്പെട്ടിരുന്നു എന്നാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നീട് താഴേക്ക് വരാം. മുമ്പ് നിർമ്മിക്കപ്പെട്ടിരുന്ന കഥകളിൽ അല്ലെങ്കിൽ സിനിമകളിൽ, ഈ സിനിമകളിൽ പ്രത്യേകിച്ച് ചെമ്മീൻ എന്ന് പറയുന്ന 1950s 1954 അല്ലേ, അതിലുള്ള ഒരു സിനിമയാണ് ചെമ്മീൻ. തകഴിയാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിനിമയിൽ കേരളത്തിൻ്റേതായിട്ടുള്ള ആ ഒരു കൾച്ചർ നമുക്ക് കാണാൻ പറ്റും. മുക്കുവന്മാർ, അവർ മീൻ പിടിക്കാൻ പോകുന്നത്, അവർക്ക് മീൻ പിടിച്ചതിന് ശേഷം അവരുടെ ഭാര്യമാർ എത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതും മാത്രമല്ല, ഈ ഭാര്യമാർ ഏതെങ്കിലും അവിഹിതത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ, കടലിൽ പോകുന്ന ഭർത്താക്കന്മാർ മുങ്ങി മരിക്കുമെന്നുള്ളൊരു ഐതിഹ്യം ഉണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ, തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നത്. അരയൻസ് ദ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ഓഫ് ആലപ്പുഴ കോസ്റ്റ് അഡോർ ദ സീ ആസ് കടലമ്മ. അവരെ വിളിക്കുന്ന പേരാണ് കടലമ്മ, അല്ലെങ്കിൽ സീ ഗോഡസ് എന്നാണ് അവർ കടലിനെ വിളിച്ചത്. ഷീ ഈസ് എ മെറ്റേണൽ ഫിഗർ ഹു ലുക്സ് ആഫ്റ്റർ ദ മെൻ ഹു ആർ ഔട്ട് ഇൻ ദ സീ. ഇതിൽ തന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ചെമ്മീനിൽ അവരെ രക്ഷിക്കുന്നതും അതുപോലെ തന്നെ ശിക്ഷിക്കുന്നതും ചെമ്മീനായിട്ടാണ്. രക്ഷിക്കുന്നത് എങ്ങനെയാണ്, അവർക്ക് നിത്യം ഉള്ള വരുമാനം കിട്ടിയിരുന്നത് അവർ കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ മീനിനെ നൽകിയിരുന്നത് കടലമ്മയാണ്. അതേപോലെ ശിക്ഷിക്കുന്നതും, അതായത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ ഭാര്യമാരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിച്ചിരുന്നതും കടൽ എടുത്തുകൊണ്ടാണ്. അവരുടെ ജീവൻ കടൽ എടുത്തുകൊണ്ടാണ് അവരെ ശിക്ഷിച്ചിരുന്നത്. ഇഫ് ദേ സബ്മിറ്റ് ടു എനി കൈൻഡ് ഓഫ് ടെംപ്റ്റേഷൻസ് ആൻഡ് കമ്മിറ്റ് അഡൾട്ടറി എന്ന് പറഞ്ഞാൽ അവിഹിതമാണ്. ദ സീ ഗോഡസ് പണിഷസ് ദം ബൈ ടേക്കിംഗ് അവേ ദ ലൈവ്സ് ഓഫ് ദെയർ മെൻ. When Tagari wrote so in his novel, many criticized him severely for upholding superstitions. അപ്പം ഇതൊക്കെ എഴുതിയ സമയത്ത് തകഴിക്ക് കുറേ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളെന്തിനാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ മിത്ത്, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മിത്ത് ആൻഡ് ലെജൻസ് അത് വളരെ പ്രധാനമായിട്ടും നമ്മുടെ ഓരോ സിനിമകളിലും ഓരോ വർക്ക് ഓഫ് ആർട്ടിലും, സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ഓഫ് ആർട്ടാണ്, കവിതകൾ ഒക്കെ വർക്ക് ഓഫ് ആർട്സാണ്, അതിൽ പ്രതിഫലിച്ചിരുന്നു. മിത്സ് ആൻഡ് ലെജൻസ് നെവർ എക്സേർട്ടഡ് വിസിബിൾ ഇൻഫ്ലുവൻസ് ഓൺ ദ ഏർലി ഫിക്ഷൻ ഓഫ് അവർ ലാംഗ്വേജ്. എന്നാൽ നമ്മുടെ ഭാഷയിലുള്ള, മലയാളം ഭാഷയിലുള്ള പഴയ ഫിക്ഷനിലൊന്നും അത്ര മിത്തുകളൊന്നും വന്നിരുന്നില്ല. ഓക്കെ, ഏകദേശം 1930s 1940s ഒക്കെയാണ് ഈ മിത്തുകളൊക്കെ വരാൻ തുടങ്ങിയത്. ദേ വർ ഓവർട്ട്ലി ഓർ കവേർഡ്ലി അസോസിയേറ്റഡ് വിത്ത് പൊളിറ്റിക്കൽ. എന്തുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഈ മിത്തുകളൊന്നും അധികം ഇല്ലായിരുന്നത്? ബിക്കോസ് അതിനുള്ളൊരു ഉത്തരമാണ് ബിക്കോസ് ദേ വർ ഓവർട്ട്ലി ഓർ കവേർഡ്ലി അസോസിയേറ്റഡ് വിത്ത് ദ പൊളിറ്റിക്കൽ ലെഫ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്. അവിടുത്തെ രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയം അവരെ ബാധിച്ചതുകൊണ്ട് ദേ ഡിഡ് നോട്ട് ഗോ
ഇൻ സെർച്ച് ഓഫ് മിത്ത് എന്നുള്ളതാണ് വാസ്തവം. There is a belief that തുഞ്ചത്ത് എഴുത്തച്ഛൻ, the man honored as a father of Malayalam language, is the reincarnation of an ethereal spirit, ഗന്ധർവൻ. ഗന്ധർവൻ്റെ ഈ തുഞ്ചത്ത് എഴുത്തച്ഛൻ നമുക്കറിയാം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അങ്ങനെ ഈ എഴുത്തച്ഛൻ ഗന്ധർവൻ്റെ പര്യായമായിട്ടാണ്, അല്ലെങ്കിൽ ഗന്ധർവൻ്റെ ഒരു അവതാരമായിട്ടാണ് നമ്മൾ പല ആളുകളും അവിടെ കണക്കാക്കുന്നത്. Even though he was born into a marginalized section of the society, he became well versed in Vedas and Upanishads and wrote the finest poetry now. അപ്പം അദ്ദേഹം മാർജിനലൈസ്ഡ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി എന്ന് പറയാം, അതായത് പിന്നെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളായിട്ടാണ് ജനിക്കുന്നതൊക്കെ. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഭാഷാ പരിജ്ഞാനമുള്ള ഒരാളായിട്ടാണ്. അപ്പം ഈ ഭാഷാ പരിജ്ഞാനമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് പിന്നെ ഒരു ഗന്ധർവൻ്റെ അവതാരമായിട്ട് അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ പറയാം. അവർ മോഡേണിസ്റ്റ് ലിറ്ററേച്ചേഴ്സ് മേക്ക് യൂസ് ഓഫ് റീജിയണൽ ഫോക്ക് ടെയിൽസ് in their fiction, and these legends in their hands acquire the status of parables and allegories. Okay, അപ്പോൾ ഇത്തരം റീജിയണൽ ഫോക്ക് ടെയിൽസ്, ഇത്തരം റീജിയണൽ ആയിട്ടുള്ള ചില നാടോടി കഥകളാണ് നമ്മുടെ കഥകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം അത് തകഴി മാത്രമല്ല, മറ്റു റൈറ്റേഴ്സുണ്ട്. OV വിജയൻ, കോവിലൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, NP മുഹമ്മദ്, M മുകുന്ദൻ, ഇവരൊക്കെ ഇത്തരം റീജിയണൽ മിത്തുകൾ കൈകാര്യം ചെയ്തിരുന്ന ആളുകളാണെന്ന്. യങ്ങർ നോവലിസ്റ്റ് ലൈക്ക് KP രാമനുണ്ണി ആൻഡ് TV കൊച്ചുഭാവ, they go against the traditional concept of novel writing by disrupting the linear storytelling and realistic portrayal എന്ന് പറയും. അപ്പോൾ ഇവരെന്താ, രണ്ട് പേരെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടതാണ്. ഒന്ന് KP രാമനുണ്ണി, രണ്ടാമത്തത് TV കൊച്ചുഭാവ. ഇവരൊക്കെ ഒരു യങ്ങർ നോവലിസ്റ്റുകളാണ്, അത്ര പഴക്കം ചെന്ന ആളല്ല. ഇവരൊക്കെ എന്താ വെച്ചാൽ ദേ വെൻറ്റ് അഗെയിൻസ്റ്റ് ദ ട്രഡീഷണൽ കോൺസെപ്റ്റ് ഓഫ് നോവൽ റൈറ്റിംഗ്. സാധാരണ ഒരു നോവൽ റൈറ്റിങ്ങിൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് മാറി ചിന്തിച്ച ആളുകളാണ് ഈ രണ്ടുപേരും. They attempt to recreate the folk tales for contemporary times. In India, there is no clear distinction between history and myths in several regions. പല ഭാഗത്തും ചരിത്രവും മിത്തും തമ്മിലുള്ളൊരു വ്യത്യാസം തന്നെ അവർക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. They interact and commingle. Modernist scientificity demands that we negate these myths and legends as the fantasies of an ancient pagan society. അപ്പം ആധുനിക ശാസ്ത്രം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ദാറ്റ് വി നെഗേറ്റ് ദീസ് മിത്സ് ആൻഡ് ലെജൻസ് ആസ് ദ ഫാൻറ്റസീസ് ഓഫ് ആൻഷ്യൻ്റ് പാഗൻ സൊസൈറ്റി എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ പറയുന്നത് പണ്ടത്തെ കാലത്തെ ആളുകളുടെ ഫാൻറ്റസി ആയിരുന്നു, ഇമാജിനേഷൻ ആയിരുന്നു ഇത്തരം മിത്തുകൾ. അങ്ങനെ മൊത്തം ഇമാജിനേഷനാണെന്ന് അല്ലെങ്കിൽ മൊത്തം കെട്ടുകഥയാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മാറ്റുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ഇമാജിനേഷനാണ്, ഭാവനകളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർക്കിലൊക്കെ അവർ കൂട്ടിപ്പിടിക്കുകയാണ് ഇത്തരം കഥകളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ മൊത്തമായിട്ട് അവർ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. The pragmatism of history eschews myths as fabrication, but the creative artist sees them as the emanation of the prototypical psyche. അപ്പോൾ പ്രോട്ടോട്ടിപ്പിക്കൽ സൈക്കി എന്ന് പറയുമ്പം, പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, മുമ്പുള്ള ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു രൂപമാണ്. അപ്പം അന്നത്തെ ആളുകളുടെ മനസ്സിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു രൂപം എന്ന് പറയുന്നത് കേരളം ഉണ്ടായത് ഇത്തരം പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണെന്നുള്ളതാണ്. അപ്പോൾ അത്തരം രൂപത്തിൽ നിന്നാണ് ഇത്തരം ചിന്തകളൊക്കെ വന്നത് എന്നതാണ്. ഇൻ ദ എക്സ്ക്ലമേഷൻസ് ആൻഡ് ഡ്രീം ലൈക്ക് സീക്വൻസ് ഓഫ് ദീസ് മിത്സ് ആൻഡ് ലെജൻസ് ഹി ഓർ ഷീ സീക്സ് ദ കണ്ടിന്യൂഷൻ ഓഫ് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. ഇവിടെയാണ് സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ഒരു തുടർച്ച നമുക്ക് കാണാൻ പറ്റും. ദീസ് പീപ്പിൾ ആർ ടാസ്ക്ഡ് വിത്ത് ദ റീഡിസ്കവറി ഓഫ് ദ പാസ്റ്റ് ടു സീംലെസ്ലി ബ്ലെൻഡ് ഇറ്റ് വിത്ത് ദ പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കുന്നത്. മിത്തുകൾ എങ്ങനെയാണ് നമ്മുടെ വർക്ക് ഓഫ് ആർട്ടിനെ സ്വാധീനിച്ചത്. അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഹൗ ഡസ് ദ മിത്ത് റിഗാർഡിങ് ദ ഒറിജിൻ ഓഫ് കേരള ബിക്കം റീജിയണൽ ആസ് വെൽ ആസ് പാൻ ഇന്ത്യൻ? അത് നമ്മുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്.
ഓക്കെ, റീജിയണൽ ആണ്. സോ ഓരോ വർക്കുകളും ഓരോ മിത്തുകളും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ റീജിയൻ. ആ വർക്ക് എഴുതപ്പെടുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ്. അത് പാൻ ഇന്ത്യൻ എന്ന് പറയാം. പാൻ ഇന്ത്യൻ എന്ന് പറയുമ്പം അവിടെയുള്ള നമ്മുടെ ഈ നമ്മുടെ സംസ്കാരവുമായിട്ട്, ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധമുള്ളതാണ്. വാട്ട് ഇസ് എ മിത്ത് തകഴി അഡാപ്റ്റഡ് ഫോർ ഹിസ് നോവൽ ചെമ്മീൻ എന്നുള്ളതാണ്. ചെമ്മീൻ എന്നുള്ള നോവൽ അദ്ദേഹം മിത്തുകൾ പറയുന്നുണ്ട്. കടലമ്മ എന്ന് പറയുന്ന സംഭവം, കടലിനെ അവർ ദ സീ വാസ് കൺസിഡേർഡ് ബോത്ത് ആസ് എ പ്രിസർവർ ആൻഡ് എ ഡിസ്ട്രോയർ എന്നുള്ളതാണ്. ഓക്കെ, അവർ ദ സീ വാസ് എ ഗിവർ ആൻഡ് ടേക്കർ എന്നാണ്. എല്ലാം നൽകിയതും ജീവൻ എടുത്തതും കടലായിരുന്നു. വൈ ഹാസ് ഇൻ ദ ഏർലി മലയാളം ഫിക്ഷൻ മെയ്ഡ് യൂസ് ഓഫ് മിത്സ് ആൻഡ് ലെജൻഡ്സ്? ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. പൊളിറ്റിക്കൽ ഐഡിയോളജി ഉള്ളതുകൊണ്ടാണ് അവർ ചെയ്യാറുള്ളത്. ഹൗ ഡു കെ പി രാമനുണ്ണി ആൻഡ് കൊച്ചുഭാവ ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ മലയാളം ലിറ്ററേച്ചർ? അവർ ദേവർ ട്രഡീഷണൽ റൈറ്റേഴ്സ്. ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. യങ്ങർ നോവലിസ്റ്റ് ലൈക്ക് കെ പി രാമനുണ്ണി ആൻഡ് ടി വി കൊച്ചുഭാവ, they go against the traditional concept of novel writing by disrupting the linear storytelling and realistic portrayal എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ പേജ് നമ്പർ 102 ലാസ്റ്റ് പാരഗ്രാഫിൽ ഒരു 6ാമത്തെ ലൈനിലായിട്ട് അത് പറയുന്നു. അപ്പോൾ ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ചാപ്റ്റർ, ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് ചാപ്റ്റർ യു ക്യാൻ കോൺടാക്ട് മീ, ആസ്ക് മീ ഇൻ ഗ്രൂപ്പ് ഓർ പേഴ്സണലി. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. പഠിക്കുക, നല്ലോണം പഠിക്കുക കേട്ടോ, എന്നാലേ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ.